പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 നവംബർ മാസം 28-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. എന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. ഓർക്കുമ്പോൾ നന്ദി പറയാനല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. കരമുയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയത് ഓർക്കുമ്പോൾ കരമുയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് നന്ദി പറ. അങ്ങനെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം, അങ്ങനെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കൃപകളെ ഓർക്കുമ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ആമേൻ. ഓരോ നിമിഷവും കർത്താവ് നമ്മളെ കൈപിടിച്ച് തൻ്റെ ഉള്ളം കയ്യിൽ നമ്മളെ സൂക്ഷിച്ച് ഇന്ന് പകൽക്കാലം അത്ഭുതമാക്കി തീർക്കുന്ന കൃപകൾക്ക് സ്തോത്രം. തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ ഇന്ന് മറച്ചു പിടിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി പറ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു 56-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ ഭാഗം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. 11-ാമത്തെ വാക്യം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. 13-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് കർത്താവിൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ വിശ്വസ്തതയെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ അത്ഭുതങ്ങൾ നടക്കണം. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ അവസ്ഥകളെല്ലാം വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിടുവിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും വ്യാപരിക്കട്ടെ. അടിപ്പിണരുകളുടെ സൗഖ്യം വ്യാപരിക്കട്ടെ. ഡാമേജായി പോയ അവയവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് നാളുകളായി ബ്ലഡ് ഷുഗർ കൂടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ആ പാൻക്രിയാസിനോട് ഞങ്ങൾ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വീണ്ടും പൂർണ്ണ പ്രവർത്തനമായി തീരുക, പൂർണ്ണമായി പ്രവർത്തിക്കാൻ പാൻക്രിയാസിനോട് കൽപ്പിക്കുന്നു. ആ ബ്ലഡ് ഷുഗർ ലെവൽ ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ ഈ നിമിഷം മുതൽ നോർമലായി തീരട്ടെ. ഈ നിമിഷം മുതൽ നോർമലായി തീരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കുറഞ്ഞ് ആമേൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ബ്ലഡ് കൗണ്ടുകളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. ബ്ലഡ് വർക്കുകൾ നോർമലായി തീരട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നവർ, ഇന്ന് ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സകല നഷ്ടങ്ങളും മാറി നഷ്ടങ്ങളെ ലാഭമാക്കുന്നു അങ്ങയുടെ കരം ഇന്ന് പകൽക്കാലം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. നഷ്ടങ്ങൾ ലാഭമായി തീരട്ടെ. നഷ്ടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ലാഭമായി തീരട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ വലിയൊരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി ദൈവപ്രവൃത്തി നടക്കട്ടെ, മഹത്വം വ്യാപരിക്കട്ടെ. അസാധാരണമായ ഗ്ലോറി ലോകവ്യാപകമായി വെളിപ്പെടുന്നതിന് സ്തോത്രം. അഭിഷക്തദാസിദാസന്മാരെ അനുഗ്രഹിക്കണം. അവരുടെ മേൽ കർത്താവിൻ്റെ പ്രത്യേക ഫേവർ ഉണ്ടാകണം. കർത്താവ് കരുതുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വം പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക്
നമുക്ക് ഒരുമിച്ച് നാളത്തെ നമ്മുടെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. ഈ വർഷത്തെ ലാസ്റ്റ് സഭായോഗമാണല്ലോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നാളത്തെ സഭായോഗത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. വലിയ അനുഗ്രഹമായി തീരട്ടെ, വലിയ ഉണർവായി തീരട്ടെ. അവൻ വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ. അങ്ങയുടെ അസാധാരണമായ ദൈവശക്തി ഞങ്ങളെ ഓരോരുത്തരെയും മൂടി വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. ആ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ചെയിൻ പ്രയറിൽ ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ബ്ലസ് ചെയ്യണം. കർത്താവിൻ്റെ ഗ്രേസ് അവരോട് കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപക്ക് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് ഈ വെള്ളിയാഴ്ചത്തെ സഭായോഗം കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച വീണ്ടും താങ്ക്സ് ഗിവിങ് പ്രെയറാണ്. കാരണം ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ നന്ദി പറയുന്ന മാസമാണ്. അപ്പോൾ ആരംഭിക്കുന്ന 1-ാം തീയതിയാണ്. 1-ാം തീയതി നമുക്ക് വൈകിട്ട് ഈ പതിവ് പോലുള്ള സമയത്ത് ചർച്ചിൽ വെച്ച്, നമ്മുടെ ഹാളിൽ വെച്ച് നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കും, ലൈവും ഉണ്ടായിരിക്കും. പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുക. എല്ലാ മീറ്റിങ്ങുകളും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർപ്പിക്കുന്ന ദൂതെന്ന് പറയുന്നത്, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കണം. യൂസ് യുവർ അതോറിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മീക അധികാരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുന്നു എങ്കിൽ മാത്രമേ ജയകരമായി കാര്യങ്ങൾ മുന്നേറുകയുള്ളൂ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ഈ വരവ് അടുത്തിരിക്കുന്നതായ സമയത്ത് നമ്മൾ എഴുന്നേൽറ്റ് ദൈവം തന്ന അധികാരം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ദേശങ്ങളെ നമുക്ക് വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ, കുടുംബങ്ങളെ വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ. പൈശാചികൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന, പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന, അന്ധകാരത്തിൽ കിടക്കുന്നവരെ പ്രകാശത്തിലേക്ക് നയിക്കണമെങ്കിൽ ഓരോ ദൈവ പൈതലും എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എഴുന്നേൽക്കണം. ഞാൻ എഴുന്നേൽക്കണം. നിങ്ങൾ എഴുന്നേൽക്കേണ്ടടുത്ത് നിങ്ങൾ എഴുന്നേറ്റെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ. വേറെ ആർക്കും നിങ്ങൾക്ക് പകരം എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല. ദൈവം നിങ്ങളെ ആക്കി വെച്ച കുടുംബത്തിനകത്ത്, സ്ഥാപനത്തിനകത്ത്, ദേശത്ത് നിങ്ങളായി എഴുന്നേൽക്കേണ്ടത്. അതാണ് കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യം പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഇത് തിരുവെഴുത്ത. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആമേൻ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ആമേൻ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും എന്നുള്ള തിരുവെഴുത്തുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നത് എന്തുവാ? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം തന്ന ആത്മീക അധികാരങ്ങളെ ഉപയോഗിച്ച് വിടുവിക്കേണ്ടവരെ വിടുവിക്കണം, വിടുവിക്കേണ്ടതിനെ വിടുവിക്കണം. അതിന് നമ്മൾ എഴുന്നേറ്റെങ്കിൽ മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളും എറൈസ്, എഴുന്നേൽക്കുക, നിങ്ങളുടെ അധികാരം ഉപയോഗിക്കുക. നിങ്ങളുടെ അധികാരം ഉപയോഗിക്കുക. അല്ല, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസിയാകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആത്മീക അധികാരങ്ങളെ കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും എന്നാണ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഓരോ ദൈവ പൈതലിനും ആത്മീക അധികാരങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. ആ അധികാരങ്ങളെ ഉപയോഗിക്കുക. ആ അധികാരങ്ങളെ അപ്പോസ്തലന്മാർ ഉപയോഗിച്ചു. അപ്പോഴാണ് രോഗികൾ സൗഖ്യമായതും, ദേശങ്ങളിൽ ഉണർവുണ്ടായതും, പൈശാചിക ശക്തികൾ വിട്ടുമാറിയതും, ദൈവപ്രവൃത്തി നടന്നതുമെല്ലാം ആ അഭിഷിക്തന്മാർ തങ്ങളുടെ അധികാരത്തെ ഉപയോഗിച്ചപ്പോഴാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത് യാദൃച്ഛികമായിട്ടല്ല നിങ്ങൾ കേൾക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എഴുന്നേൽക്കേണ്ടടുത്ത് നിങ്ങൾ എഴുന്നേൽക്കണം. ആദ്യ ഭാഗത്ത് ഓർപ്പിച്ചതുപോലെ നിങ്ങൾ എഴുന്നേൽക്കേണ്ടടുത്ത് വേറൊരു ഇഴക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ കുടുംബത്തിൽ, ആ കുടുംബത്തിലുള്ളവരെ വിടുവിപ്പാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ദേശത്തെ വിടുവിപ്പാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്ഥാപനത്തിലുള്ളവരെ, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തുള്ളവരെ ഒക്കെ രക്ഷിക്കുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാലമേറെയില്ല പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവാസന്നമായിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ഈ ലൗകിക ചിന്തകളിൽ മുഴുകി ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ, സമയം നഷ്ടപ്പെടുത്തി കളയാതെ ദൈവം തന്ന അധികാരത്തിൽ ഉപയോഗിക്കുക. മോശയ്ക്ക് ഒരു വടി കൊടുത്തിട്ട് പറഞ്ഞു, ആ വടി നീ നീട്ട്. അമേൻ. അത് നീട്ടുമ്പോൾ ചെങ്കടൽ രണ്ടാകും. മോശ നീട്ടിയില്ലായിരുന്നെങ്കിലോ ചെങ്കടൽ രണ്ടാകത്തില്ല. ഫറവോന്റെ അടിമത്തത്തിൽ വീണ്ടും പോകേണ്ട വന്നേന്. എന്നാൽ മോശ വിശ്വാസത്തോടെ വടിയെടുത്ത് നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായതുപോലെ ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആത്മീക അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും അവൻ ക്രിസ്തുവിൽ രക്ഷ പ്രാപിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ആത്മീക അധികാരത്തെ ഉപയോഗിക്കുക. അമേൻ, അമേൻ, ആമേൻ. അതിന് പ്രാർത്ഥിക്കുക. ആത്മീക അധികാരത്തോടുകൂടെ പ്രാർത്ഥിക്കുക. ആത്മീക അധികാരത്തോടുകൂടെ വിശ്വാസത്താൽ ആത്മമണ്ഡലത്തിലേക്ക് കൽപ്പനകളെ പുറപ്പെടുവിക്കുക. ആത്മീക അധികാരത്തോടുകൂടെ ഹല്ലേലൂയ അനേകരെ നിങ്ങൾ വിടുവിക്കുക. ഒന്നും നിങ്ങൾക്ക് യാതൊരു
ദോഷവും ചെയ്യത്തില്ലെന്ന് തിരുവെഴുത്തി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഡു നോട്ട് വറി, പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ അധികാരം തന്നവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അധികാരപ്പെടുത്തിയവൻ കൂടെയുണ്ട്. അധികാരപ്പെടുത്തിയവൻ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യും. ഒരു ഗവൺമെൻറ് ഒരു പോലീസുകാരന് അധികാരം കൊടുക്കുമ്പോൾ ആ അധികാരം നടത്തുവാനുള്ള അധികാരം, നിയമം, അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നത് പോലെ അധികാരം തന്ന സ്വർഗീയ പിതാവ് നമ്മുടെ കൂടെയുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യും. അതിനാവശ്യമായ ദൂതന്മാരെ നിങ്ങൾക്ക് അയച്ചു തരും. അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവിക അധികാരത്തെ ഉപയോഗിക്കുക. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.